ഒരു സിനിമയുടെ ഭാഗമാവുക എന്നത് ചിരകാല സ്വപ്നമായി കൊണ്ടു നടക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അത്തരമൊരു സ്വപ്നത്തിന്റെ ഭാഗമായാകണം അന്ന് അവരും പോവായിലെ RA സ്റ്റുഡിയോയിൽ എത്തിയത്. പിന്നീട് രാജ്യത്തെ വിറപ്പിച്ച മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾക്കാണ് മുംബൈ നഗരം സാക്ഷിയായത്. സ്റ്റുഡിയോയുടെ പുറത്ത് സ്വന്തം മക്കളെയും ഉറ്റവരെയും വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കരഞ്ഞു തളർന്ന മാതാപിതാക്കൾ. അകത്ത് തന്റെ ആവശ്യങ്ങൾ സബലീകരിച്ചില്ലെങ്കിൽ എല്ലാം കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ഭീഷണി മുഴക്കി അയാൾ, പോവായിലെ RA സ്റ്റുഡിയോ ജീവനക്കാരനായ രോഹിത് ആര്യ. മുൻപൊന്നും രാജ്യത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഭീഷണിയുടെ സ്വരമായിരുന്നു അത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് വെബ് സീരീസിന്റെ ഓഡിഷൻ എന്ന പേരിൽ പോവായിലെ മഹാവീർ ക്ലാസിക് ബിൽഡിംഗിലെ RA സ്റ്റുഡിയോയിലേക്ക് കുട്ടികളും മുതിർന്നവരുമടക്കം 100ഓളം പേർ ഒഴുകിയെത്തിയത്. ഇതിൽ 80ഓളം കുട്ടികളെ വിട്ടയച്ച ശേഷം 19 പേരെ പിടിച്ചു നിർത്തി. ഓഡിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും ചിത്രത്തിൽ അവസരം ലഭിക്കുമെന്നും കരുതി അവരൊക്കെ സന്തോഷിച്ചു. കുട്ടികളെ ബന്ദിയാക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന് അയാൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ വെബ് സീരീസ് ഷൂട്ടിംഗ് എന്ന പേരിൽ രോഹിത് നടപ്പാക്കിക്കൊണ്ടിരുന്നത് അയാളുടെ മറ്റൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. 17 കുട്ടികളും 2 മുതിർന്നവരും 19 പേരെ ആ സ്റ്റുഡിയോക്കുള്ളിൽ അയാൾ ബന്ദികളാക്കി. കുട്ടികളൊക്കെയും 8-നും 14-നും ഇടയിൽ പ്രായമുള്ളവർ. ഉച്ചയ്ക്ക് 2 മണിയോടെ പോലീസിന് ഇത് സംബന്ധിച്ച് ആദ്യത്തെ ഫോൺ കോൾ ലഭിച്ചു. ശേഷം സംഭവബഹുലമായ മുഹൂർത്തങ്ങൾ. രോഹിത് ആര്യ എഴുതിയ തിരക്കഥ പ്രകാരം നിയമ സംവിധാനങ്ങളടക്കം നോക്കുകുത്തിയായി മണിക്കൂറുകൾക്ക് രാജ്യം സാക്ഷിയായി. കുട്ടികളെ ബന്ദിയാക്കിയതിനു പിന്നാലെ ഒരു വീഡിയോ സന്ദേശം അയാൾ പുറത്തുവിട്ടു. അതിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ചിലരോട് സംസാരിക്കാനുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുണ്ട്. ലളിതവും ധാർമ്മികവും ന്യായവുമായ എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എനിക്ക് ആവശ്യം. ഞാനൊരു തീവ്രവാദിയല്ല, ഞാൻ പണം ആവശ്യപ്പെടുന്നുമില്ല. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം, അത്രമാത്രം. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായ ഒരു നീക്കം പോലും വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. എന്നെ പ്രകോപിപ്പിച്ചാൽ ഈ കെട്ടിടം തന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. ഞാൻ മരിച്ചാലുമില്ലെങ്കിലും കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റും. അവർ വലിയ ട്രോമയിലാകും. അതിനൊന്നും തന്നെ ഞാൻ ഉത്തരവാദിയാകില്ല. സ്റ്റുഡിയോയിലെ ജനൽപ്പാളികൾക്കിടയിലൂടെ ഭയന്നൊലിക്കുന്ന കണ്ണുകളോടെ എത്തി നോക്കുന്ന കുട്ടികൾ. മഹാവീർ ബിൽഡിങ്ങിനു ചുറ്റും തടിച്ചുകൂടിയ ജനം. മക്കൾക്കും ഉറ്റവർക്കും വേണ്ടി കരഞ്ഞപേക്ഷിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ, അവരുടെ നിലവിളികൾ. ഞെട്ടലോടെ പ്രദേശവാസികൾ. രക്ഷാപ്രവർത്തനത്തിനെത്തിയ പോലീസുകാർ. സംഘർഷഭരിതമായ ഭീതിയുടെ അന്തരീക്ഷം. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കമാൻഡോകളും ക്വിക്ക് റെസ്പോൺസ് ടീമും വാതിൽ തകർത്ത് അകത്ത് കയറി. ബാത്റൂം വഴി സ്റ്റുഡിയോയിലേക്ക്. രോഹിത് പോലീസിനെതിരെയും പോലീസ് തിരിച്ചും വെടിയുതിർത്തു. ആ എൻകൗണ്ടറിൽ അതിനാടകീയമായി പോലീസ് അയാളെ കീഴ്പ്പെടുത്തി. ഏറ്റുമുട്ടലിൽ അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തും വഴി അയാൾ മരിച്ചു. പോലീസ് ബന്ദികളെ രക്ഷപ്പെടുത്തി. എന്നാൽ സ്റ്റുഡിയോയ്ക്കകത്ത് രോഹിത് സജ്ജീകരിച്ചിരുന്ന കെണികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു കളഞ്ഞു. സ്റ്റുഡിയോക്കുള്ളിൽ പലയിടത്തായും രാസവസ്തുക്കളിൽ മുക്കിയെടുത്ത തുണികൾ വിരിച്ചിട്ടിരുന്നതിൽ നിന്നും മറ്റും അയാൾ ലക്ഷ്യമിട്ടിരുന്നത് വലിയൊരു അപകടം തന്നെയെന്ന നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് അനായാസം സാധിച്ചു. ആരായിരുന്നു രോഹിത് ആര്യ? എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം, പശ്ചാത്തലം? പൂനെ സ്വദേശിയായ രോഹിത് RA സ്റ്റുഡിയോയിലെ ഒരു ജീവനക്കാരനായിരുന്നു. ഇതുകൂടാതെ അയാൾക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ പ്രൊജക്ടിനായി അയാൾ ഒരു ടെൻഡർ നേടിയിരുന്നു. എന്നാൽ തന്റെ പ്രൊജക്ടിന് പണം ലഭിച്ചില്ലെന്ന് ഇയാൾ പറയുന്നു. ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ദീപക് കേസാർക്കറുടെ വീടിനും ഓഫീസിനും മുന്നിൽ ഇയാൾ പലതവണ പ്രതിഷേധം നടത്തി. കുട്ടികളെ ബന്ദിയാക്കിയതിനു പിന്നാലെ മന്ത്രിയുമായി സംസാരിക്കണമെന്ന് ഇയാൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഓഡിഷനും ബന്ദിയാക്കലും ഭീഷണിയുമെല്ലാം അയാൾ വളരെ മുമ്പ് തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. അതിനാൽ തന്നെ കാലങ്ങളായി കുടുംബങ്ങളെ ആകർഷിക്കുന്നതിനായി അയാൾ ഓഡിഷനുകൾ നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ ബന്ദിയാക്കിയത് പണത്തിനു വേണ്ടിയല്ലെന്നും ധാർമ്മികമായ കാരണത്താലാണെന്നുമായിരുന്നു അയാൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാൾ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. പോലീസിന്റെയും റെസ്ക്യൂ ടീമിന്റെയും സമയോചിത ഇടപെടൽ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചത് 19 ജീവനുകളാണ്. രോഹിത് ബന്ദിയാക്കിയ ഓരോരുത്തരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ സാധിച്ചത് ആ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. എന്തുതന്നെയായാലും 2 മണിക്കൂർ നേരം രോഹിത് ആര്യ നഗരത്തിലുണ്ടാക്കിയ ഭീതിയിൽ നിന്ന് ദിവസങ്ങൾക്ക് ശേഷവും രാജ്യം വിട്ടുമാറിയിട്ടില്ല.